बढ़िया मारा ना। നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ മര്യാദ പഠിപ്പിക്കാൻ तो लेके क्यों आया अपने साधु? ये तो पागल सा है। ये भी आगे कैफे। अच्छा ये इसका बेटा चले क्या रहा है അവന്റെ तो चुप हो गया। ആരുടെ ഉമ്മാരി നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ये पुष्पा की तरह लग रहा है। अच्छा इसकी दुश्मनी शायद इससे हुआ। सिर्फ घर के आगे मूत्रा कुछ बोल रहा है। कुछ भी नहीं कर पा रहा हूँ। ഇവനാ എൻ്റെ പെങ്ങളെ വളയ്ക്കാൻ നോക്കിയാ തെണ്ടി കണ്ടില്ല അവൻ്റെ കോലം ഒരുമാതിരി കാട്ട്. കൊച്ചിയിൽ വന്നിട്ട് റബ്ബർ വെട്ടാനാ എന്നാ കാണാല വേണ്ട इसकी लड़ाई हुई थी उससे। നമ്മളോട്ടും മോശമൊന്നല്ല നിന്റെ വീടായിപ്പോ സമ്പത്തെ പെട്ടി ഞാൻ അതിന്റെ ये है कौन ये लंबे बालों वाला? अरे है कौन ये? इसका दूसरा बेटा होगा शायद। हो सकता है या उनका रिलेटिव है कोई। दूसरा बेटा शायद। ഒരു മകന്റെ കടമ. നീ എന്നതാണ് ഇങ്ങനെയൊക്കെ? അറിയാലോ. അതെ ഞാൻ ആരോടും സംസാരിക്കുന്നുമില്ല. എന്നോട് സംസാരിക്കണോട്ട് വരുവാൻ വേണ്ട. ചെന്നതും തീ കൂട്ടിക്കടാ. मछली काट रहे हैं। സ്റ്റിച്ചാ ഞാൻ സ്കിന്നിന്റെ ഡോക്ടറാടാ. എടാ സ്കിന്നിന്റെ അല്ലടാ സ്റ്റിച്ചറിന് ഇവൻ എൻകുഞ്ഞ് ഡോക്ടറാണിത്. അപ്പൊ ഇതെന്താണിത്? ഇത് ഇതൊരു ഹരല്ലേ? ഹരം കൊണ്ടോ ആറാട്ടാണ്. എന്താട്ടാ നിന്റെ അച്ഛന്റെ പേരെന്താ മോനെ? അത് കുമാരൻ. എന്താണ് നല്ല പേരാണല്ലോ. ज्यादा ही बंदा था कुछ। അത് പിന്നെ ഏട്ടനെ പറ്റി അവരങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നിന്റെ തൊള്ള തുറന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരി. वो चुप हो। फालतू में वहाँ झगड़ा करता था जाके। എടാ നീ എന്ത് പച്ചരി മേടിക്കണ്ടേ? ഒരു പെണ്ണുപോലും കിട്ടിയിട്ടില്ല ഈ പേര് കാരണം. ഊഞ്ഞാലിരുന്നോ ആട്ടല്ലേ നീ? ഇനി ഞാനങ്ങനെ ആട്ടാനാണ്. घर सेफ नहीं है। ये भी यही बोलता रहता है। എന്തായാലും മോളെ ഒന്ന് കാണാൻ പറ്റിയല്ല. आगे सच की इस लड़की के लिए बोले कैसा था गुस्से में। അമ്മൂമ്മ കിടന്നോ? ആ അമ്മ കഴിച്ചിട്ട് നേരത്തെ കിടക്കും. അവന്മാരോടാ അവന്മാര് മേളിൽ മത്സരിച്ചടിച്ചോണ്ടിരിക്കണം. പെർഫ്യൂം और जो അടിച്ചിട്ടുണ്ടല്ലോ. वगैरह डाल कर പിന്നെ മരണോട്ടി പോയി കുളിക്കണ്ടേ?
അല്ലായിരുന്നോ? ഒരു വീടായ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ വേണ്ടേ? അല്ലേ തന്നെ ഇവിടെ ആകെ വല്ല സംസാരിച്ച कहीं बात करने की जगह नहीं है. അവന്റെ അച്ഛൻ മരിച്ച പിന്നെ അവനാകെ മാറി. പിന്നെ അവന്റെ പഠിത്തവും നിർത്തി. ഈ ആയിരുന്നല്ലോ. അതാണ് പോയിക്കോ. നാണം വന്നട പതുരി. ഒന്നുമില്ലല്ലോ, അവൻ്റെ അപ്പനല്ലേ അകത്ത് ചത്തു കിടക്കുന്നേ. അവസാനമായി ഒരു നോക്ക് കാണത്തില്ല എന്ന് പറഞ്ഞു. നീ ഒന്ന് അടങ്ങ്. ഞാനടങ്ങാനാ? ഓ, ഇത് ഒടുങ്ങി. एक और ला गया, 2 लागे हुए हैं. 600. जी वहाँ पे अपना बिजनेस चला रहा है. ചേട്ടാ, ഈ ജനറേറ്ററിനും ഡീസലിനൊക്കെ ആയിട്ട് കുറച്ച് 300 रुपये कम करके बोलो 2700. എൻ്റെ കയ്യിൽ ഒരു 500 600 കാണും. 500 കൊണ്ട് വേണ്ട, ആവശ്യം പിന്നെ അവിടെ ഇരിക്കട്ടെ. अपने बेटे से मांगता ना जो वहाँ जॉब करता है. ഡേ നാൻസി, പതുങ്ങണേ. इससे मांगेगा. उनके बेटे से बात करता ना. ഏലം വെക്കാൻ നിൽക്കുമ്പോഴല്ലേ നീ വിളിച്ചത്. നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ എവിടെ നിന്ന് കാശുണ്ടാകാനാ? അപ്പൊ ഒന്നും വിറ്റില്ലേ? ഓ, ഇതാ വണ്ടി കാത്തിരിപ്പുണ്ട്. മരിച്ചടക്കം. എന്നാ പിന്നെ മോൻസിനോട് ചോദിക്കേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പിള്ളേരുടെ ഇത് उनसे नहीं मांग रहा है, उसकी बीवी से मांग रहा है. വെള്ളം എടുത്തിട്ട് വരുമോ? ഞാൻ ആദ്യമായിട്ട് നിറവേറ് തൊടുന്നത് നമ്മുടെ അമ്മയുടെ. മോനിച്ചിന്റെ കൂട്ടാണോടി? പോയവരെ കുറിച്ച് ഓർത്തിട്ടല്ലേ ചേച്ചി കൂടെ. ചുടാ. कोई फर्क नहीं पड़ रहा. ये आराम से मजे कर रहे हैं. हमारे को अपने पापा के पास भी नहीं गए एक बार हाँ, देखने के लिए. इसके अंकल ने बोला भी था पर फिर भी नहीं गया. നീ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത സ്ഥലമൊക്കെ അവളന്മാരുടെ പേരിൽ എഴുതി വെച്ചേക്കുന്നെങ്കിലും എനിക്ക് അയാളുടെ ഒരു അവസാനം ഒന്നുമില്ലാതെ ഒരു പട്ടിയെ പോലെ ഇല്ലാതെ തെണ്ടാനല്ലേ. അതെനിക്ക് കാണാൻ മേല. സ്വത്തിന്റെ കാര്യം വരും. उसने सुन लिया. മോനിച്ചാ സാറാമ്മേ, പള്ളിയും പട്ടക്കാരൊക്കെ കിട്ടിയപ്പോ इसी की बहन है. കളിക്കൂട്ടുകാരെ മറന്നു. इसकी साली होगी क्या पता. ഇച്ചായനെന്നാത്തിനാ ഞങ്ങളോട് दूसरा लड़का है कौन जो इसके साथ था अभी? എന്നതാടാ മോനിച്ചാ നീ ഇങ്ങനെ इसका പറയുന്നത്? भाई है ഇനി इसका भाई എനിക്ക് को? ഒക്കെ ആരോടാ ഉള്ളേ? शायद. നമ്മളല്ല. मतलब 3 भाई हैं. നീയല്ലേ ആദ്യം പോയത്? നിനക്ക് ദൈവവിളി കിട്ടിയിട്ടൊന്നുമല്ല മടത്തി പോയത്. നിനക്ക് കുടുംബം നോക്കാൻ മേലായിരുന്നു. इसकी वाइफ तो नहीं गई. പിന്നെ ഞങ്ങൾ इसका भाई, इसकी बहन है शायद ये ना. എടി നീ പോയ പിന്നെ ഇവിടെ പഠിപ്പിച്ച എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷെ ചാച്ചനെങ്കിലും എന്റെ കൂടെ ഉണ്ടാവും ഞാൻ കരുതി. ഒരു ചാച്ചനും മലയിറങ്ങി ഒരു പട്ടിയെ പോലെ. എനിക്ക് നിങ്ങളൊന്നും ഇല്ല, പറ്റിയില്ലായിരുന്നു. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് ഞാൻ ബൈക്കേ കയറ്റിയെന്ന് പറഞ്ഞ് കുടിച്ച് ചാവടാ നീ. ഇവിടെ കിടന്ന് മോങ്ങാണ്ട് അകത്തേക്കാണ് പോയി. क्या अजीब सा है वो. पीने भी लगा, पीने भी लगा. पूरा डब्बा ले गया रखा. ऐसा लग रहा है गंगा जल रखा होगा उसमें. इनकी छोटी पार्टी में चल रही, ഇതൊക്കെ सामने बड़ी पार्टी चल रही. കുടുംബം. ये दाढ़ी वाला शायद उसका भाई है ना.
ചെറുപ്പക്കാരൻ്റെ കഥ. ഒന്ന് ഉരിയാടാൻ പോലും ആരുമില്ലാതെ, ഒരു തുടയില്ലാതെ ജീവിതം. പൊളിട്ടല്ലി നോക്കിയേ. എന്നിട്ടെന്താ ഫുൾ ഏകാന്തത. അയ്യേ അത് നല്ല ട്വിസ്റ്റ് എന്തെങ്കിലും ജീവിതത്തിൽ ട്വിസ്റ്റ് വേണം. ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് തന്നെ. ഞാൻ ഇവിടെ എവിടെ കഞ്ഞൊഴിച്ചു. എനിക്കിപ്പോ ടൈമേ ഇല്ലല്ലോ. അല്ല സാർ, താഴെ 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 എന്ത്? अच्छा डीजे चाहिए. അതിന് പാട്ടൊന്നും പാടുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കാ പോലെ. കുറച്ച് മിക്സ് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. जानबूझ के लगा रहा डीजे ना, सामने वो हो रहा है. ഓൺലൈൻ സാർ നടന്നിരിക്കുക. ഐ ഡോണ്ട് കെയർ. ഐ വാണ്ട് ഡിജെ. എന്റെ ബർത്ത്ഡേ ഫുള്ള് കളർഫുൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞതാണ് അപ്പോഴേ വല്ലവരുടെ റിസോർട്ടിൽ വെച്ച് നടത്താന്ന്. ഞാൻ വരാൻ വേണ്ടി ऐसा ऑर्डर चला रहा है जैसे कि उसका घर होगा. हंगामा करने लग गया. जरूर मार खाएगा. Anyway, the show must go on. എന്റെയാ, തന്റെ അല്ല ബർത്ത്ഡേ, മനസ്സിലായല്ലോ. ഇനി കോൺട്രാക്ട് എത്തിച്ചു തന്നെ ഞാൻ കനേഡിയൻ കോടതി ഏറ്റ്. പാസ്പോർട്ട് ഉണ്ടോ? Just do it, no? സെറ്റാക്ക്. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഒരു പീസ് എടുത്തൂടെ? पहले खाएगा क्या? Patients and nurses. സുഖോട്ടന്റെ ഒരു വിളിയാണ് കണ്ണാന്ന്. അത് കേട്ടത് ഞാൻ തുടങ്ങിയില്ലേ. നമ്മുടെ നാടാണ്. നീയും അടിച്ചു മാറ്റിയോ? അടിക്കാൻ പാടുള്ളത് അത് പിന്നെ സാറ് ഫ്രണ്ട്സൊക്കെ നിർബന്ധിക്കുമ്പോൾ ഫ്രണ്ട്സാ. കാനഡക്കാരൻ ये हिंदी में बोल रहा है, इसके काम 2500. ബാക്കി കൽ സുബ. കൽ സുബ എന്ന് പറഞ്ഞാൽ കൽ സുബ. എടോ ഒപ്പീസ് ചൊല്ലണവരുന്നുണ്ടോ? ശരിയല്ലോ. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? നേരത്തെ അവള് വാ തുറന്നു കഴിഞ്ഞാൽ മോനിച്ചനെ കണ്ടോളൂ. അവനാണെങ്കിൽ എന്ത് ഭ്രാന്തി എന്താ പിടിച്ചോളൂ. സാറേ പ്രശ്നം? പിന്നെ ഈ നേരെ എത്ര ആയില്ലേ, ആരെങ്കിലും प्रेयर के लिए चाहिए उन्हें कोई है. इसमें चलेगी प्रेयर. स्पीकर जो है. अब कर रहा है ना फंडल. रेडी कर रहे हैं. फिर लोग सुबह करेंगे शायद. सामने सुनाई दे रही है आवाज. ये एक्टर कुछ ज्यादा ही पी रहा है, वो एंगर. कल का तो था, कल शूट है. भूल गया सर. अब पीने पे लगाओ. अब देख रहा अपने बचपन की फोटो है. अब मिल गया सर रूम बात करने के लिए.
അങ്കിളിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് നിന്നെ എന്നെ അന്ന് ട്യൂഷൻ കഴിഞ്ഞ് കടമക്കുടിക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. എന്താ പറയാഞ്ഞേ? അത് പിന്നെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ അതെ, കടമക്കുടിയുടെ അടുത്ത സ്കൂട്ടർ റണ്ണിങ് കണ്ടീഷനും. रोने लगे गुस्सा हो रहा था अपने बाबा से. മോനിച്ച चाचा ने कहा कहाँ चले गए बात करने के लिए? കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. താങ്ക്സ് ടു ജോയ്മോൻ. അതെന്തിനാണ്? जॉयमन की वजह से मिले. ഒരു മരട്ടെ. यहाँ किस कर रहा है, यहाँ उसे किस कर रहा है. बढ़िया मारा ना. धमाका कर दिया तुमने. ये डर गया. हैप्पी बर्थडे टू मी. कोई बोल विंडो से. ഞാൻ അറിയട്ടെ നമ്മുടെ ഏരിയയിൽ. ओ बैंग फोन आ गया. ओ बॉम्ब फेंकने लगे वो घर पे. नहीं बॉम्ब तो अच्छा अच्छा बॉम्ब फोड़ रहा है. अच्छा हाँ हथियार निकाले गए अपने. तेरे की जान लिखी. उसकी वजह से जॉयमन की वजह से एक तरह से फायदा भी हो रहा था उसका, नुकसान भी होने लग गया. ये लगी ना थप्पड़. उसको बाहर निकला रहा था देखो. ഇത് ഇപ്പോ ഇവിടെ നിർത്തിക്കോണം. പോരിച്ച അതൊക്കെ തന്നെ അവന്റെ കത്തിയും കൊളാനിയും. कैसा टाइम उसने बताइए. നീ അടക്കടാ. എടാ നമുക്ക് ഒച്ചയമ്പകളൊന്നും വേണ്ട. बड़ी मुश्किल से वो अपने पापा की वो देखने गया. जैसे किस करने वाला था तक किस बर्थडे टू मी. खुद ही काट रहे. ടു മീ. എടാ സജി ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാണ്ട് ഒരു പാട്ട് പറ. എടാ രതീഷ് तू हैप्पी बर्थडे बोल मिंटा. अबे നെഞ്ചത്തിട്ട് പിടിച്ചു ഫൈസലെ ബർത്ത്ഡേ കേക്ക് വെച്ചിട്ട് സംസാരിക്കാം. ഫൈസലെ ओए
യാതൊരു കാരണവശാലും സമ്പത്ത് ഇത് ഇവിടുന്ന പൊട്ടിച്ചെന്ന് അറിയരുത്. മോളെ ഐശ്വര്യ പറയല്ലേ, ബ്ലാക്കറ്റ് റൂമിൽ ചെയ്യട്ടാ. ആരാവിടെ പടക്കം പൊട്ടിച്ചത്? ഞാനാണ്. താങ്ക് യു. അമ്മൂന് മാത്രമേ താങ്ക് യു. चला गया मैं കൊച്ചിനൊന്നും കാണാൻ വേണ്ടി फिर हंगामा करे इधर അവന്റെ ഒരു ഗുണ്ടായിസം. നീയാണല്ലോ പടക്കം പൊട്ടിച്ചത്. നിനക്കുള്ള രാവിലെ വരാട്ടാ. पता नहीं क्या बोलने आया वो. ഹിന്ദി इसको बर्थडे विश करने आया वो जरूर. ശരിയാണ്. ഓ നൈസ്. ആ കൊച്ചിനറിയാല. കോട്ടയത്ത് ചന്തയിൽ നിൽക്കുമ്പോഴാ പറഞ്ഞത്. ഇതൊന്നും ആരുടെയും കയ്യിലല്ലല്ലോ. ഒരിക്കലല്ല. കുമളിയില്ല. അവിടെയൊക്കെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ചൊരു നിപ്പ. ചേട്ടാ ക്ഷമിക്കണം, എല്ലാം കഴിഞ്ഞു. ഇവന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം